ഗുഡ് മോർണിംഗ്. ഹായ്. നമ്മളിപ്പോൾ ഉള്ള വട്ടവടയാണ്. ഇന്നലെ നമ്മൾ നാട്ടിൽ നിന്ന് വട്ടവട എത്തി. പിന്നെ വട്ടവട മൊത്തത്തിലൊന്നും കറങ്ങിയില്ല. നമ്മൾ മൂന്നാറിൽ ഇങ്ങനെ കയറി വന്ന് വട്ടവട ഇന്നലെ സ്റ്റേ കിട്ടാൻ വേണ്ടി കുറച്ച് തപ്പി. ഒരു നല്ല സ്റ്റേ ഇവിടെ കിട്ടത്തിരി ബുദ്ധിമുട്ടാണ്. മിക്കതും അധികം വൃത്തിയില്ല, അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ സമയമായപ്പോൾ പിന്നെ മഴച്ചാറ്റിലുണ്ടായി. അപ്പോൾ ഒരു റൂം എടുത്തു. അല്ല, ഒരു ടെൻ്റ്, ഒരു ഷെഡ് പോലെയാണ്. മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് റൂമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല വ്യൂ ഒരു രക്ഷയില്ല. അതാണ് പിന്നെ ഇവിടെ റൂം. ഇവിടെ അങ്ങനെ മിക്ക സ്റ്റേകൾ അങ്ങനെ തന്നെ കേട്ടോ, വ്യൂ ഭയങ്കര. അപ്പം ഞാൻ വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നോക്കിയാൽ മല അങ്ങനെ കാണാം. രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഏതാ ഈ കാണുന്ന ഈ ഷീറ്റ് ഇട്ടതിൻ്റെ അടിയിലാട്ടോ നമ്മൾ റൂം എടുത്ത്. റൂമിലല്ല, ഷെഡ് പോലെ ഇവിടെ ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഷീറ്റൊക്കെ അടിച്ച് ഓല ഇതൊക്കെ ഇട്ടാണ് ഇവിടുത്തെ റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചയാണ്, രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്, വേറെ ലെവൽ. ഇപ്പം എന്തായാലും നല്ല ഉറക്കം ഉറങ്ങി ഇന്നലെ, നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇനി ഞാൻ നമ്മളൊരു 4-5 മണിയാകുമ്പോൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു മഴ കിട്ടിയാണ്, പിന്നെ മഴ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്ര അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ മൂന്നാറൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ ബൈക്കായതുകൊണ്ട് തിരക്കടില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇവിടെ കൂടെ അങ്ങനെ കയറിയൊക്കെ പോട്ടോ, പോയേക്കാം. ഇങ്ങനെ വഴിയുണ്ട് മേലേക്ക്. ആകട്ടെ, ഇതിന് മേലെ പോ. ഇവിടുന്ന് അല്ലേ കണ്ടോ, ഞാനേ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അൻപർ ഭവനോന്ന് വിളിക്കട്ടെ കേട്ടോ. അതെ, അവനെ വിളിച്ചിട്ടാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മേലേക്ക് കയറിപ്പോയല്ലോ. അപ്പോൾ കയറി നോക്കട്ടാ എന്താ അവസ്ഥ എന്ന്. മറ്റേ പയ്യൻ പറഞ്ഞു ഇവിടെ വീഴും, നോക്കണമെന്ന്. വഴുക്കലുണ്ട്, കിതക്കുണ്ട്. ഇതേ ഇവിടുന്ന് അതെ, ഇവര് എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ നടക്കണതാവും. ഫുൾ ഫോറസ്റ്റ്. ഇനിയൊന്നുമില്ല, ഇനി ഇവിടെ നിന്നാണ്ട് ഭയങ്കര കയറ്റ. ഓ, ഞാനിങ്ങനെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ കൊത്തനെയാണ്. ട്രൗസർ പൊളി. വയലടച്ചില്ലേ? ഇടയ്ക്ക് ഇങ്ങനെ കാട്ടിൽ വന്നിരിക്കണത് നല്ലതാ. നല്ല ഓക്സിജൻ കിട്ടും, എന്നോട് പറഞ്ഞ പോലെ. എന്തിൻ്റെ സൗണ്ടാ അത്? അതെന്തിൻ്റെ സൗണ്ടാ? ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന്, കുറച്ച് നേരമല്ല കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം. ഇപ്പം എന്തായാലും റൂമിൽ പോയി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് അങ്ങനെ എന്തോ ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോകണം. അതാണ് പരിപാടി. എന്തായാലും നമുക്കിങ്ങനെ മെല്ലെ താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ നോക്കാം കേട്ടോ, വീണ് നോക്കിക്കോ. അപ്പം എന്തായാലും നമുക്ക് റെഡി ആവല്ലേ?
അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. വണ്ടി ഇതേ താഴ്ത്തി കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല, ഒന്ന് നോക്ക്. അങ്ങനെ റൂമിനോട് വിട്ട പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നടക്കട്ടെ, പൂട്ടണ്ടേ? ഈ ഇങ്ങോട്ട് ഇറങ്ങുന്നിട്ട്. ആ പൂട്ടുണ്ടല്ലോ. ആ ചെക്കൗട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ക്ഷീണം കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയി. ഹായ്, ഫസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിലിടാം. അങ്ങനെ നമ്മൾ ഇത് വട്ടവടയോട് വിട പറയുകയാണ്. പോവാം. അടിപൊളിയായിരുന്നു സ്റ്റേ. അടിപൊളിയെന്ന് വെച്ചാൽ സ്റ്റേ അടിപൊളിയായിരുന്നു, പക്ഷേ റൂം ഇത്തിരി വൃത്തികേടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം നല്ല വൃത്തികേടുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടവട വറുത്താട്ടോ സ്റ്റേ ചെയ്യാൻ വന്നിട്ട് ഭയങ്കര മെമ്മറീസാണ്. അടിപൊളി. ഇനി നമ്മൾ മൂന്നാർ പോകണം, ഫ്യൂല് ഫില്ല് ചെയ്യണം, മെയിൻ പരിപാടി അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊറയൂർ വഴി ബാക്ക് ഹോം, മൊറയൂർ പൊള്ളാച്ചി ആ റൂട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ റൂട്ടിൽ എന്തൊക്കെ കാണാണ്ട് നോക്കാം. ഇവിടെ ഞാൻ ചായ കുടിക്കാൻ നിർത്തണമെന്നുണ്ട്. ഇതാ ടീ ഷോപ്പ്, റൂട്ടിലും ചായ കുടിക്കാൻ നിർത്താം. വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഇതേ ഇവിടെ ചായ ഉണ്ട്, ഇവിടെ ചായ കുടിക്കാൻ നിർത്താനേ. ഇവിടുത്തെ ഒരു ഓംപ്ലേറ്റും ചായ കുടിച്ചു. എന്തെങ്കിലും നായ നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. എന്തായാലും പോവാ. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ പണിയാമോ. ഇനി മൂന്നാറെത്തുമ്പോഴേക്കും സമയമാവും. അപ്പോൾ പിന്നെ ഒരു കട്ടനും ഒരു ഓംപ്ലേറ്റും കഴിച്ചു. മറ്റൊരു സമൂസ കഴിച്ചു, ചായയും. നിൽക്കണേ നീ പോണേ. ഭക്ഷണം കഴിച്ചപ്പോൾ വയറിനൊരു സുഖം. എനിക്കാണെങ്കിൽ രാവിലെ നല്ല വിശക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്.
കുതിരി വയ്യാണ്ടായെന്ന് തോന്നുന്നുണ്ട്. വട്ടവട ചിപ്പിളേ ഇതെവിടെയാണല്ലോ. റൂട്ട് തന്നെ ഇട്ടപ്പോഴേ ശരിക്കും വട്ടവടയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒക്കെ ഈ ഹില്ലായിട്ട് കുറേ വ്യൂസാണ്. പക്ഷേ ഈ യാത്ര, ഇങ്ങോട്ടുള്ള യാത്രയും ഈ തണുപ്പും ഇവിടുത്തെ ഈ സ്റ്റേയും ഈ ഒരു ക്ലൈമറ്റൊക്കെയാണ്. അത് ഫീൽ ചെയ്യാൻ തന്നെ കേട്ടോ ഇങ്ങോട്ട് വരേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റാണ്. ഇതാണ് നമ്മളെ വട്ടവടയിൽ നിന്ന് അങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല ഇവിടുന്ന്. ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ നിർത്തി 2 ഫോട്ടോസെങ്കിലും എടുക്കാഞ്ഞാൽ ഇങ്ങനെ അല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഒടുക്കത്തെ ബ്ലോക്ക്, നമുക്ക് ഒരു രക്ഷയില്ല. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിവിടെ വൻ തിരക്ക് വൻ നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് പെട്രോൾ അടിക്കാൻ കയറി. മൂന്നാർ ആ മുകളിലുള്ള പമ്പുണ്ട് ഒരു ഭാരതിൻ്റെ, അവിടെ കയറി നമ്മൾ പെട്രോൾ അടിച്ചു. ഒരു 800 രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് ഈ തമിഴ്നാട്, നമ്മൾ മറയൂർ, പാലക്കാട്, പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് അടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ 10 രൂപയോടെ കുറവുണ്ടാവില്ല എന്തായാലും. അപ്പോൾ അവിടെ നിന്ന് അടിക്കാമെന്നുള്ളൊരു പ്ലാനാണ്. ബ്ലോക്ക് നോക്ക്, വേറെ
വേറെ ലെവൽ ബ്ലോക്ക്. ഇജ്ജതി ബ്ലോക്ക് പറഞ്ഞാൽ ഊപ്പാട് തീരുന്ന ബ്ലോക്ക്. എൻ്റെ മോനെ, അതായത് ഞങ്ങളിപ്പോൾ മൊറയൂർ പാലക്കാട് റൂട്ടിൽ നിന്ന് കയറിയിട്ടോ. നമ്മൾ വന്ന റൂട്ടിനല്ല പോകുന്നത്, മൊറയൂർ റൂട്ടാണ്. നമ്മൾ വന്നത് തൃശ്ശൂർ വഴിയാണ്. നമ്മൾ തൃശ്ശൂർ അങ്കമാലി റൂട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് വഴിയാണ് കിട്ടാൻ പോകുന്നത് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ റൂട്ട് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ മൊറയൂർ റൂട്ടിലോട്ട് കയറി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് മൊറയൂർക്ക്. ഭയങ്കര ബ്യൂട്ടിഫുള്ള്. മേഘം നിൽക്കുന്നുണ്ടോ? ഭയങ്കര അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. തട്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ചിന്നാർ 56, അരുവിക്കുളം പാർക്ക് 9 കിലോമീറ്റർ, മൊറയൂർ 39 കിലോമീറ്റർ. വേറെ ലെവൽ. മേഘം കണ്ടോന്ന്. Morning comes too early, hands already warm, working for a better day, trying to keep me warm. Boss man count his tally, we just count our turn. Fair don't come easy, I had to stand and fight for mine. മൊറയൂർ 9.5 കിലോമീറ്റർ, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി 12 കിലോമീറ്റർ. അപ്പോൾ മൊറയൂർക്ക് ഇനി ഏകദേശം 9-10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ചന്ദനമരങ്ങളാട്ടോ, റൈറ്റ് സൈഡ് തേക്കും. ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ചന്ദനത്തൈകൾ വിൽപ്പനയ്ക്ക് എന്നൊക്കെ. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കംപ്ലീറ്റ് ആകാം ചന്ദനമരങ്ങളാണ്. ഇപ്പം മൊറയൂർ എത്തിയിട്ടില്ല. മൊറയൂർക്ക് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഈ വേല് കെട്ടി തിരിച്ചിനൊക്കെ ഈ ചന്ദനമരം ഉള്ളതുകൊണ്ട് കേട്ടോ. മൊറയൂർ ശർക്കര കേട്ടില്ലേ? മൊറയൂർ ശർക്കര എന്ന്, അതാണ് ഇവിടെ അവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒക്കെ ഉണ്ട്. ചക്ക വിൽക്കാൻ വെച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ചക്ക വേണ്ട, തമിഴ്നാട്ടിൽ ചെന്ന ചക്കയുടെ എന്താ പറയുക, വില കൊടുത്ത് വാങ്ങണം ചക്ക. അതാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. ഉദുമൽപേട്ട 47 കിലോമീറ്റർ, പൊള്ളാച്ചി 75 കിലോമീറ്റർ. അപ്പോൾ പൊള്ളാച്ചിത്തിനേക്ക് ഏകദേശം ഒരു 75 കിലോമീറ്റർ ഇനി ഓടണം. ഇതാണ് മൊറയൂർ ടൗൺ. മൊറയൂർ ശർക്കര എന്നൊക്കെ ഇഷ്ടംപോലെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊറയൂർ ശർക്കര, അത് മൊറയൂർ ടൗൺ.
ചെറിയ ടൗൺ കേട്ടോ മറയൂർ. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഓ ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. താങ്ക് യു എക്സിറ്റ് അഗെയിൻ കേരള മറയൂർ. ഈ കേരളത്തും കഴിഞ്ഞത് കേരള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നേരെ നമ്മൾ തമിഴ്നാട്ടിലേക്ക്. യെസ്, തമിഴ്നാട്ടിലോട്ട് എൻട്രി ആയി. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എൻട്രി ആയി. ഇനി തമിഴ്നാട്ടിൽ നിന്ന് വീട് നമ്മൾ കേരളത്തിലേക്ക് എൻട്രി ആയി. ആനമല ടൈഗർ റിസർവ്. ഫോറസ്റ്റിൽ പൈസ. ആനമല ടൈഗർ റിസർവ്. ഇവിടെ എൻട്രി ആണെങ്കിൽ പൈസ ആണെന്ന് പറയുന്നുണ്ട്. പൈസ ഉണ്ടടാ? ക്യാഷ് ഉണ്ട്? ഞാൻ വിചാരിച്ചു എന്താ ഉണ്ട്. ஆட்டோமேட்டிக் கேமரா അല്ല, பாஸ்வேர்ட் அது சார் ரெக்கார்ட் பண்ணக்கூடாது. செக் போஸ்ட் ഇവിടെ റെക്കോർഡിംഗ്. ஃபஸ்ட்டு வீடியோவே ஆன் பண்ணக்கூடாது. ஃபாரஸ்ட்டுக்குள்ள ஓபன் பாஸ்வேர்ட் ஓபன் பாஸ்வேர்ட் சார். ആനമല ടൈഗർ റിസർവിക്ക് എൻട്രിയാണ്. പക്ഷേ ഇവിടെ എൻട്രി ഫീ 20 രൂപയും ഒരു ബൈക്കിന്, കാറിനാണെങ്കിൽ 50 രൂപയും കൊടുക്കുന്നുണ്ട്. ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും നമ്മളങ്ങനെ ഒരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഫീസൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എനിക്ക് തോന്നുന്നു. കൊടൈക്കനാൽ കയറുമ്പോൾ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ മാത്രം പൈസ കൊടുക്കേണ്ട ആവശ്യം. തമിഴ്നാട് ഫുള്ള് ഇങ്ങനത്തെ ഉഡായിപ്പ് പരിപാടിയാണ്. ഞാൻ ഇതുവരെ ഏതൊരു ഫോറസ്റ്റിക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇതുവരെ ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഈ തമിഴന്മാരെ എന്താ അല്ലേ. ഇപ്പോൾ ഇത് 20 രൂപ ഒരു ബൈക്കിന്, കാറിനാണെങ്കിൽ 50 രൂപ. ഏതാ ആൾക്കാർ അതിന് ക്യാഷ് വാങ്ങണില്ല. അവർ വാങ്ങുന്നത് ഫുള്ള് എന്താ പറയുക, ജീപ്പേ മാത്രമേ എടുക്കണുള്ളൂ അവർ. ആനമല ടൈഗർ റിസർവ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മളെ എന്താ പറയുക, ഈ വാൽപ്പാറ പോണ ആ ഫോറസ്റ്റൊക്കെ ഈ ആനമല ടൈഗർ റിസർവ് ആണ്. ഈ ആനമല എന്താ പറയുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. നമ്മൾ ഊട്ടി പോകുമ്പോൾ തൊപ്പക്കാട് പോയി പോകില്ല, അതേപോലെയാണ്. അധികം ഹൈറ്റില്ല മരങ്ങൾക്കൊന്നും. ഭയങ്കര എന്താ പറയുക, നല്ല പച്ചപ്പും. ഈ വെയിലിൻ്റെ ചൂടൊന്നും ഒഴിച്ചെടുത്താൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇരുന്നിട്ട് ചന്തി ആയിരിക്കണം. കുറച്ചുകൂടെ ഇങ്ങനെ നിന്ന് ആ ഒരു കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു ഷർപ്പ് ഇതിങ്ങനെ നിന്നോടിച്ചാൽ അടിപൊളിയാണ്. ഇതിപ്പോൾ ഇവിടെ സ്ഥലം എത്തിയെന്നൊരു ഐഡിയ ഇല്ല, കാരണം റോഡൊന്നും കാണാനില്ല. വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. അപ്പോൾ ഞാനവിടെ നിർത്തി ഇത്
ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നിർത്തി കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച്. കാരണം നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. തമിഴ്നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം തമിഴ്നാട്ടിലേക്കുള്ള റൈഡൊന്നും ഇപ്പോൾ നടക്കില്ല. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പാലക്കാടാണ്. പാലക്കാട് ഏകദേശം ഒരു 87 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഒരു 2.5 മണിക്കൂർ റണ്ണിങ്. അപ്പോൾ നമുക്ക് 2 റൂട്ട് കാണിച്ചിട്ടുണ്ട്. ഉദുമൽപേട്ട് എത്തിയിട്ട് വേറെ 2 വഴിയുണ്ട്. അപ്പോൾ നമ്മൾ വേറെ റൂട്ടാണ്, അത് നമ്മൾ പോകാത്തൊരു റൂട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം 2 റൂട്ട് കാണിച്ചിരുന്നു. അപ്പം നമുക്ക് ആ റൂട്ട് അടിപൊളിയാണെങ്കിലോ അതൊരു ഫോറസ്റ്റ് കൂടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഫുള്ള് മറ്റേ ഇതാണ്, എന്താ പറയുക, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉണ്ടോ, ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരം. ആനമലൈ 36, ത്രിമൂർത്തി ഹിൽസ് 14, തിരുപ്പൂർ 74, പളനി 36. അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് എടുക്കാനുള്ളത്. നമ്മൾ ലെഫ്റ്റ് എടുത്തു. ഇതാണ് അതൊരു ഗൂഗിൾ മാപ്പ് കാണിച്ചത്. നേരെയായിരുന്നു വേറെ റൂട്ട് കാണിച്ചത്. നമ്മൾ ഈ റൂട്ട് എടുത്തു. ചിലപ്പോൾ അടിപൊളിയാകും റൂട്ട് എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. നമ്മൾ അതിന് ഇടയ്ക്ക് ഒരു വട്ടം 2 വട്ടമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തോ കാണിച്ചു. അതെന്താ കാണിച്ചത്? ഞാൻ ചൂണ്ടി കാണിക്കണം കണ്ടു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ കാണിച്ചത് കംസപ്പ് കാണിച്ചാണ് നമുക്ക്. സത്യമായിട്ട് നമ്മൾ ഈ റൈഡ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വരും. എവിടുന്നാ, എന്താ, എങ്ങനെയെന്നൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓവർ അങ്ങോട്ട് മൈൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കും. നിങ്ങളെവിടുന്നാ, എങ്ങനെയാണ്, ഇതേതാ വണ്ടി, എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു സുഖമുള്ള പരിപാടിയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ത്രില്ലാണ്. നമ്മളിവിടുന്ന് വരുന്ന എത്ര കിലോമീറ്ററായി, അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, നമ്മളെ വണ്ടി ഇതാണ്. അപ്പം നമ്മൾ ഫുൾ ഗേഴ്സും പിന്നെ ഈ ക്യാമറയും ഹെൽമെറ്റൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ ഒരു പ്രത്യേക ഇഷ്ടമാണ് നമ്മളോട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പ്രത്യേകിച്ച് റൈഡേഴ്സിനോട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു തമിഴ്നാട്ടിലത്തെ ഉൾഗ്രാമത്തിൽ കൂടിയുള്ളൊരു യാത്ര കേട്ടോ. അതുവരെ പോവാത്ത റൂട്ടാണ്. ഫുള്ള് ഫാമും കാര്യങ്ങളൊക്കെയാണ്. തെങ്ങന്തോപ്പ് ഫാം. ഈ റൂട്ട് അടിപൊളി കേട്ടോ. ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട വിചാരിച്ചിരിക്കുകയായിരുന്നു. 2 സൈഡിലും തെങ്ങ്, അതും ചെറിയ തെങ്ങ്, അത് അടുത്തടുത്തടുത്ത്. എൻ്റെ അമ്മ എന്തോരം തെങ്ങാ, ഫുൾ തെങ്ങുമ്പോൾ വലിയ ഹൈറ്റും ഇല്ല. ആണെങ്കിലോ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഈ സൈഡ് ഫുള്ളും, ഈ സൈഡിൻ്റെ 2 സൈഡും ഇഷ്ടം പോലെ തെങ്ങ്. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഈ റൂട്ടിൽ. അടിപൊളി റൂട്ട്. എൻ്റെ അമ്മ, നമ്മൾ പാലക്കാട്ടേക്കാട്ടോ മാപ്പിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് കാണിച്ച റൂട്ട് പോയിരുന്നെങ്കിൽ അത് സ്ഥിരം പോണ റൂട്ടാണ്. പക്ഷെ ഇത് അടിപൊളിയായി, നല്ല രസമുണ്ട് കാണാൻ. സമയം 2:30. 2:30 ചൂടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 മണിയൊക്കെ ആവും. അതുവരെ ഈ ഒരു അവസ്ഥയായിരിക്കും.
ഒടുക്കത്തെ ചൂട്. ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഈ സൈഡിലുണ്ട് ഇത് മുരിങ്ങയൊക്കെ കൃഷി കേട്ടോ, ചെറിയ മരം. ഇനി നമുക്ക് പൊള്ളാച്ചി 14 കിലോമീറ്റർ, പളനി 51 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും പൊള്ളാച്ചി പിടിക്കാം. 14 കിലോമീറ്റർ ഹൈവേ കിട്ടും നമുക്ക്. പൊള്ളാച്ചി പൊള്ളാച്ചി ആട്ടോ. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി റീച്ചായിരിക്കുകയാണ്. പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചി ടൗൺ നല്ല തിരക്കാണ്. സമയം 3 മണിയായി. 3 മണി ആണെങ്കിലും ചൂടിനൊരു കുറവില്ല. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 108 രൂപ 42 പൈസ. തമിഴ്നാട് ഇന്ത്യയിലല്ല തോന്നുന്നുണ്ട്. 108.42. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. എന്തായാലും ഇവിടുന്ന് പോകല്ല, അടിച്ചിട്ട് പോവാണ് നല്ലത്. കാരണം കേരളത്തിൽ 115 രൂപയാണ് പെട്രോളിന്. ഫുൾ ടാങ്ക് അടിച്ചു ഏകദേശം 9 ലിറ്റർ അടുത്ത് അടിച്ചു. 50 റുപ്യ 60 റുപ്യ ലാഭം കിട്ടിയില്ല. തമിഴ്നാട്ടിലെന്താ കൂടാത്തത്? തമിഴ്നാട്ടിൽ ചെറിയ കൂടലുള്ളൂ. കേരളത്തിലാണ് പെരും കൂടൽ. വിശക്കുന്നില്ല. പാലക്കാട് എത്തിയിട്ട് കഴിക്കാന്നുള്ളൊരു പദ്ധതിയിലാണ്. ഞാൻ മൂന്നാറിൽ നിന്ന് 115 രൂപയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അടിച്ചോളൂ. ഇപ്പോൾ എനിക്കറിയാം, ഇനി തമിഴ്നാട് കയറുമ്പോൾ നമുക്ക് അടിക്കാമല്ലോ എന്നുള്ളതിലായിരുന്നു. എനിക്കിവിടെ കയറിയപ്പം ഏകദേശം 900 രൂപയ്ക്ക് അടിക്കുകയും ചെയ്തു. ഫുൾ ടാങ്ക് ആയും ചെയ്തു. ഇപ്പം ഇനി പേടിക്കണ്ടല്ലോ. അങ്ങനെ വീണ്ടും നമ്മളിതാ കേരളത്തിലോട്ട് എൻ്റർ ആയിരിക്കണം. തമിഴ്നാട് കഴിഞ്ഞു. കേരള ബോർഡർ. ആദ്യം കേരളം, പിന്നെ നമ്മൾ തമിഴ്നാട്, പിന്നെ വീണ്ടും കേരളം. നോക്കാം. ഇപ്പോൾ വണ്ടി തട്ടിയേനെ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് ടൗണിലോട്ട് ഇങ്ങനെ എൻട്രി ആവാം കേട്ടോ. ബാറ്ററി തീർന്നപ്പം അതൊന്ന് ചേഞ്ച് ചെയ്തു. ചൂട് കൂടുമ്പം ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹൈവേ ചെന്ന് കയറും. എന്നിട്ട് പിന്നെ ടൗണിലോട്ട് എൻട്രി ആവുക ചെയ്യാം. ഈ കണ്ടോ ഞാനില്ലാത്തതേ? ഈ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? പാലക്കാട് കൊടുക്കത്തെ ബ്ലോക്ക്. അവിടുന്ന് എങ്ങനെയോ ചാടി
ഇപ്പം നമ്മൾ കുട്ടിക്കുളങ്ങര എത്തി. പാലക്കാട് ഒടുക്കത്തെ ബ്ലോക്ക്, ചൂടും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ കുത്തിക്കയറ്റി നമ്മൾ പുറത്ത് ചാടിയിട്ടാ. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 12 മണിക്കാണ്. ഇഡ്ഡലി സാമ്പാറും ചായയും. നല്ല തണുപ്പുള്ളൊരു സമയത്തായിരുന്നു. മഴയൊക്കെ പെയ്തിരിക്കണ ക്ലൈമറ്റിൽ നല്ല ചായ കുടി. അത് കഴിഞ്ഞപ്പോൾ ഇത് കേരളത്തിലേക്കാണ് എത്തിയപ്പോൾ ക്ലൈമറ്റ്, തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റ് ആകെ ഇങ്ങോട്ട് മാറി. അത് കേരളത്തിലേക്ക് പാലക്കാട് കയറിയപ്പോഴും അവസ്ഥ സെയിം തന്നെയാണ്, ചൂട് തന്നെയാണ്. വിചാരിച്ച് പാലക്കാട് കയറുമ്പോഴെങ്കിലും മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴ കിട്ടുമോയെന്ന് അറിയില്ല. ഫുഡ് കഴിക്കണം. ഇനിയിപ്പം ലഞ്ച് ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കണം. നോക്കട്ടെ, പറ്റിയൊരു ഹോട്ടൽ കണ്ടാൽ നിർത്തണം. വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതേ ഇറങ്ങി. നെയ്ച്ചോറും പെപ്പർ ചിക്കനും ഏകദേശം 380 രൂപയായി. 2 ആൾ ഫുഡ് കഴിച്ചു. ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഇന്ന് എന്താണ് എന്നറിയില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണോ അത് ഈ സമയമായതുകൊണ്ടാണോ ഐഡിയ. വൻ ബ്ലോക്കാണ് എല്ലായിടത്തും. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, തിരക്കേടില്ലാത്ത ഫുഡായിരുന്നു. ഇനി നേരെ മലപ്പുറം. ഇനി അവിടെ സ്റ്റോപ്പൊന്നുമില്ല. നേരെ മലപ്പുറം പിടിക്കും. അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഇതേ ആകാശത്തിന് ഇരുണ്ട് മൂടി വരിക. മഴ പെയ്യുന്ന ഏകദേശം ഉറപ്പുണ്ട്. ഇത് എവിടെ എത്തിയെന്നൊരു ഐഡിയ ഇല്ല. മണ്ണാർക്കാട് എത്താനായോ? നമ്മളിതുവരെ മണ്ണാർക്കാട് എത്തിയിട്ടില്ല ചേട്ടാ. പക്ഷെ ക്ലൈമറ്റ് ഇപ്പോൾ സമയം 5:35. അടിപൊളി അടിപൊളി. ആകാശം കാണാൻ വേറെ ഫീല്. ഇഷ്ടംപോലെ റൈഡേഴ്സ് അങ്ങോട്ട് പോകണ്ടേ. നമ്മൾ ഏകദേശം മണ്ണാർക്കാട് എത്താനായി. ആ യെസ് ബെൻഡിൻ്റെ അവിടെ ആയി. ഇഷ്ടംപോലെ റൈഡേഴ്സ്. കൊടൈക്കനാൽ, മൂന്നാർ ഒക്കെ റൂട്ടാണല്ലോ. അപ്പം വാൽപ്പാറ പോകണമെങ്കിൽ ഈ റൂട്ടാണ്. അപ്പോൾ എല്ലാവരും വണ്ടികളിങ്ങനെ കയറി വരുന്നുണ്ട് നന്നായിട്ട് താഴത്തുനിന്ന്. എന്തായാലും നമ്മൾ എല്ലാവരും കയറുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ശരി, കാണാം. അടുത്തതിന് കാണാം. ഇനിയിപ്പോൾ നേരെ റൈറ്റ് എടുത്ത് പോകില്ലേ? 2 റൈറ്റ് എടുത്താൽ നേരെ നടക്കത്തും. അപ്പോൾ ഇതേ അൻവർ യാത്ര പറയാണ്. അൻവർ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും, ഞാൻ അവിടെ നിന്ന് നേരെയും പോകും. അപ്പം ഇനി അടുത്ത റൈഡിന് കാണാം ഇൻഷാ അല്ലാ. നിന്നിട്ടേ അല്ല, അതിന് മുന്നേ നമുക്ക് ഇതൊന്നുണ്ട്. ഈ ഏതെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കുറച്ച് മുമ്പ് പറഞ്ഞാൽ ലെവലാക്കാം. ഫാമിലി കൊണ്ടാണ് അങ്ങനെ. അങ്ങനെ അൻവർ യാത്ര പറഞ്ഞിരിക്കുകയാണ്. അൻവർ ഇത് ഊട്ടി കോഴിക്കോട് റോഡ് പോകും, ഞാൻ അവിടുന്ന് നേരെ പോകും. നമ്മൾ പെരിന്തൽമണ്ണ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ബ്ലോക്കിൻ്റെ കട്ടയാണ്. പൊള്ളാച്ചി ഇങ്ങോട്ട് കയറിയപ്പോൾ തുടങ്ങിയ ബ്ലോക്കാണ്. എല്ലായിടത്തും മുട്ടൻ ബ്ലോക്ക്.
പാലക്കാടും മണ്ണാർക്കാടും പെരിന്തൽമണ്ണ എല്ലാ മെയിൻ ജംഗ്ഷനിലും പൊള്ളാച്ചിയിലും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. എന്തായാലും സമയം 7 മണിയായി. അപ്പോൾ വ്ളോഗ് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മളെല്ലാ പ്രാവശ്യവും നേരെ വീട്ടിലെത്തിയിട്ടാണ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാറ്. ഇപ്രാവശ്യം ചേഞ്ച് ആയിക്കോട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്ററും കൂടി ഉണ്ട് വീട്ടിലേക്ക്. പെരുന്തൽമണ്ണ ഏകദേശം 25 കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയുക, നമ്മൾ ഹൈവേ എന്നാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, പെട്ടെന്ന് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മഴയുണ്ടായി. അപ്പം വ്ളോഗ് നമുക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യലും നമുക്ക് വഴിയിൽ നിന്ന് തന്നെ ആവാം. എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഇതേ സൂര്യനൊക്കെ അസ്തമിച്ചു, ആകാശമൊക്കെ ഇതേ ഒരു ഓറഞ്ച് കളറായി. അപ്പം ഇനിയിപ്പോൾ വേറെന്താ, വട്ടവട വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതൊരു ചെറിയ വ്ളോഗാണ്, പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നുക. 2 ദിവസം റൈഡായിരുന്നു, പക്ഷേ റൈഡെന്തോ പെട്ടെന്ന് കഴിഞ്ഞ പോലൊരു ഫീല്. നമ്മളധികം കറങ്ങാനൊന്നും നിന്നില്ല അപ്രാവശ്യം. അതുകൊണ്ട് തന്നെ ആവും വട്ടവട പോയി സ്റ്റേ ചെയ്ത് റിട്ടേൺ വന്നു. അപ്പം ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു യാത്ര തന്നെയാണ് നമ്മൾ ആസ്വദിച്ചത്. പോയത് തൃശ്ശൂർ കൂടി, വന്നത് പാലക്കാട് കൂടി. അപ്പം അതും നമുക്ക് ഒരു പാലക്കാട് വന്നത് പൊള്ളാച്ചി ഉദുമൽപേട്ട് എത്തുന്നതിൻ്റെ മുന്നേ ഉദുമൽപേട്ട് ടൗണിൽ പോകാണ്ട് നമ്മൾ വേറെ റോഡ് കൂടെയൊക്കെ കയറിയാണ് വന്നത്. അപ്പോൾ ആ റൂട്ട് അടിപൊളിയായിരുന്നു. വേറെ എന്താ പറയുക, വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോഴല്ലേ നമുക്ക് അടുത്ത ഇനി യാത്ര ചെയ്യാനും ഇനി വ്ളോഗ് ചെയ്യാനുള്ളൊരു എനർജി കിട്ടുള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക, ഞാനത് തിരുത്തും. അതേപോലെ പുതിയ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയുക, അതും നമുക്ക് സെറ്റാക്കാം. പിന്നെ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം.